കിരണിന്റെ കല്യാണിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഗംഗാപ്രസാദിനെ കിരൺ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് പുലി വരുന്നേന്ന് പറഞ്ഞു ഒടുവിൽ അങ്ങനെ ആ കാര്യം സംഭവിക്കുകയാണ്. കിരൺ ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് ഇത്രയും ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ എന്നിട്ട് നല്ല രീതിയിൽ വെലസി നടക്കുവാണ്. തന്നെ ഒരിക്കലും കിരണിനെ പിടിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ട് എങ്ങനെ കാർത്തികയെ തീർക്കണം, അങ്ങനെ അവളുടെ സ്വത്തുക്കളൊക്കെ കൈയടക്കണമെന്നും പറഞ്ഞുണ്ട്. പക്ഷെ അവസാനം അതിനൊരു അറുതി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒടുവിൽ കിരൺ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. കിരണിനോടൊപ്പം എന്തിനും പോകുന്ന വേലുവും രതീഷും കൂടെ ഇറങ്ങുന്നുണ്ട്. ഇനി എന്തൊക്കെ വന്നാലും വീട്ടിലേക്ക് തിരികെ വരുന്നേ അവനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ട് മാത്രമേ ഉള്ളൂ. കാർത്തികയുടെ ദിലീപിന്റെ ഇനി ഒരു കല്യാണം നടക്കണമെങ്കിൽ അവനെ തീർക്കണം, അല്ലെങ്കിൽ അവൻ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം അറിയാം. കല്യാണം നടക്കുന്നതിന് മുമ്പ് സഞ്ചയനം ഒക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ നടക്കണം. അതായിരുന്നു കിരണിന്റെ ഒക്കെ ആഗ്രഹം. അങ്ങനെ അവര് അറിയാവുന്നവരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഗംഗാപ്രസാദിനെ കുറിച്ച്. അത് മാത്രമല്ല, കിരൺ ഒരു കൂട്ടുകാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആ പരിസരത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനതിൽ അതിവിദഗ്ധനായിരുന്നു. കാരണം ഗംഗാപ്രസാദ് ആ കൃത്യം ചെയ്ത് ഏത് വഴിക്ക് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തേ. അങ്ങനെ കിരണ ആ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് അവൻ പോയ ഏകദേശം റൂട്ട് മനസ്സിലാവുന്നുണ്ട്, അവൻ എങ്ങോട്ടാ പോയെന്നൊക്കെ. ആ സമയത്താണ് മനോഹർ വിളിക്കുന്നത്. മനോഹർ വിളിച്ചപ്പോൾ ആദ്യം ദേഷ്യം തോന്നി. പിന്നീട് മനോഹർ വിളിച്ചു കഴിഞ്ഞപ്പോൾ കിരൺ കാര്യങ്ങൾ പറയണ, ദേ എടാ, എനിക്ക് നിന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകാനൊന്നും ഇപ്പൊ പറ്റില്ല, ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെയാന്ന് പറയണം. അത് കേട്ടപ്പം മനോഹറിന് വിഷമായി. മനോഹർ പറഞ്ഞു, കിരൺ സാറ് വിഷമിക്കണ്ട, ഞാൻ നോക്കട്ടെ, അവൻ എവിടെയെങ്കിലും കണ്ടു കിട്ടുവാണെങ്കിൽ, അവനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുവാണെങ്കിൽ ഞാനും പറയാന്ന് പറയണം. മനോഹറിനും ദേഷ്യമായിപ്പോയി. കാരണം തന്നെ സഹായിക്കുന്ന ആളെ കിരൺ സാറ്, ആ കുടുംബത്തിന് ഇനി ഒരു ആപത്ത് വരാൻ പാടില്ലെന്ന് മനോഹർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. താൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലേ. അങ്ങനെയാണെങ്കിൽ അവനെ അന്വേഷിക്കാൻ തന്നെ മനോഹറും തീരുമാനിക്കണം. അങ്ങനെ മനോഹറും ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അവനെ അന്വേഷിച്ച്. ഇതേ സമയത്ത് ദിലീപ് കിരണിനെയൊക്കെ കണ്ട് സംസാരിച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് രേണു അവിടെ നിൽക്കുന്നുണ്ട്. രേണു വന്നിട്ട് ചോദിച്ചു, എന്തിനാ ആ കിരണൊക്കെ എന്തിനാ വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, കിരണും രതീഷും ഒക്കെ അവനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുക ഗംഗാപ്രസാദിനെ, അവനെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. എടാ മോനെ, നിനക്കറിയാലോ എനിക്കിനി വേറെ ആരാ ഉള്ളത്, ഒറ്റ മോനല്ലേ നീ. നിനക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ അവസ്ഥ എന്താവും? ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലടാ. അങ്ങനെ എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഈ കളി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക. അമ്മ എന്താ അമ്മേ പറയണേ? കളി അവസാനിപ്പിക്കണമെങ്കിൽ അവന്റെ അന്ത്യം കാണണം. ഒരു തെറ്റും ചെയ്യാത്ത പാവം പിടിച്ച് എന്റെ അച്ഛനെ ഇല്ലാതാക്കിയവൻ അവന്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? കാർത്തികായിട്ടുള്ള വിവാഹം മുടക്കാനായിട്ട്. അപ്പൊ പിന്നെ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ? ഇതെന്റെ ഒരു വാശിയാണ്, അവനെ തീർക്കാന്നുള്ളേ. അത് കഴിഞ്ഞാലോ എനിക്കും ഇനി വിശ്രമം ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേണു പറഞ്ഞു, എന്റെ ഭഗവാനെ, എന്തൊക്കെയാ കേൾക്കണേ? നിനക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നും ആയിരുന്നില്ലോടാ. അതെ, എനിക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നും ആയിരുന്നില്ലമ്മേ. പക്ഷെ ആയതാ, അവനാക്കിയതാ ഗംഗാപ്രസാദ്. അമ്മേ, ഇനി അവന്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ പറ്റില്ല. ജീവിക്കുവാണെങ്കിൽ ആണായിട്ട് തന്നെ ജീവിച്ചു മരിക്കണം. അല്ലാതെ അവനെ പോലെ ഒരിടത്തിന് പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കൊടുത്തേ മതിയാവുള്ളൂ. ഇനി അമ്മയെന്നല്ല ആരൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. ദൈവത്തെ ഓർത്ത് അമ്മ ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വന്ന് വിഷമിപ്പിക്കരുത്. പിന്നെ ബന്ധുക്കാരുടെ ഒക്കെ അമ്മ തന്നെ പറയണം, അവരെയൊക്കെ അമ്മ തന്നെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ദിലീപ് കയറിപ്പോയി. ആ സമയത്ത് രേണുവിന് ഭയങ്കര വിഷമായി. കാരണം എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ദിലീപ് ആ പെണ്ണിനെ തന്നെ കിട്ടാൻ പോവാന്നും പറഞ്ഞിട്ട്. രേണുവിന് വിഷമം എന്ന് പറഞ്ഞാൽ ഇനി ദിലീപിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്താ. തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, തന്റെ മകനൊരു പോറൽ പോലും ഏൽക്കരുതെന്ന് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആദ്യം മുതൽ ഈ ബന്ധത്തോട് അവരെ എതിർപ്പ് കാണിച്ചുകൊണ്ടിരുന്നേ. പിന്നെ ദിലീപിന്റെ ഇഷ്ടം ഇതാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സമ്മതിച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്ത് ചന്ദ്രസേനനെ രൂപയും കാണാനായിട്ട് കല്യാണി ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന സമയത്താണ് കല്യാണി ആ കാര്യങ്ങൾ പറയണേ. ഇതിന്റെ എല്ലാം പിന്നിൽ ഗംഗാപ്രസാദ് ആയിരുന്നെന്ന്. ഗംഗയെ പിടികൂടാനായിട്ട് വേലും കിരണേണ്ണും ഒക്കെ പോയിട്ടുണ്ട്. അത് കേട്ടപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, രൂപേ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളല്ലേ? അതെ, ഇനിയിപ്പൊ എന്ത് ചെയ്യും ചന്ദ്രേട്ടാന്ന് ചോദിക്കുക. മോളെ, അവനെങ്ങാനും ചെന്ന് വല്ല ആപത്തിലും ചാടുവോ? ഏയ്, അങ്ങനൊന്നും വരത്തില്ല. അല്ല, ഇനിയിപ്പം അവനെ അന്വേഷിച്ച്
ആ ഗംഗാപ്രസാദനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അവനെങ്ങാനും വീട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചു. അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോടെ പോകത്തില്ല അച്ഛാ. ഇനി ഞങ്ങൾ പെണ്ണുങ്ങളും കരുതി തന്നെ ഇരിക്കുന്നേ. അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണല്ലോ ശരി, അവനെ തീർത്തിട്ട് അവനെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. രൂപ പറഞ്ഞു, സൂക്ഷിക്കണം മോളെ, അവൻ ഏത് വിധത്തിലും വീട്ടിലേക്ക് കയറി വരുന്നവനാ. ഏയ് ആ കാര്യത്തിലൊന്നും എനിക്കിപ്പോ പേടിയില്ല. കാരണം ഒന്നും രണ്ടും ജീവനല്ല, ഇപ്പൊ മൂന്നാമത്തെ ജീവനും കൂടെ അവന് കവർന്നിരിക്കുന്നേ. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടല്ലേ അവൻ ചെയ്യുന്നേ. ഇനി അവനെ കൈ കിട്ടിയിട്ടുണ്ടെ കിരണേട്ടൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ആ സമയം ചന്ദ്രസേനൻ പറഞ്ഞു, നമ്മൾ ശരിക്കും ഒന്നുകൂടെ ഒന്ന് കരുതിയിരിക്കേണ്ടതായിരുന്നു. അത് പിന്നെ ദിലീപേനോടൊക്കെ പറഞ്ഞ അച്ഛാ സൂക്ഷിക്കണമെന്ന്. പക്ഷേങ്കിൽ ദിലീപേന്റെ അച്ഛനോ ഇങ്ങനെ ഒരു ആപത്ത് വരുമെന്ന് നമ്മളാരും കരുതിയിരുന്ന കാര്യമല്ലല്ലോ. എല്ലാം സംഭവിച്ചു പോയില്ലേ എന്ന് ചോദിച്ചു. രൂപ പറഞ്ഞു, അതെ മോളെ, ഇനി നിങ്ങളാ സൂക്ഷിക്കണ്ടേ. ആ കാർത്തിക മോളോടൊപ്പം ഒരാൾ വേണമെന്ന് പറയാ. ചന്ദ്രസേനൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് ഏറ്റുവരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വന്നേനെന്ന് പറഞ്ഞു. സാരമില്ല അച്ഛാ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛൻ്റെ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അച്ഛൻ കേൾക്കാൻ പോകുന്ന ആ വാർത്തയായിരിക്കും. എന്താണെങ്കിലും കല്യാണത്തിന് ദിലീപേട്ടൻ പിന്മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. രൂപ ചോദിച്ചു, കല്യാണം നടത്താൻ തീരുമാനിച്ചോ? അതെ, എന്തൊക്കെ വന്നാലും കാർത്തിയേച്ചിയുടെ കഴുത്തി ദിലീപേട്ടൻ താലി അറുത്തു പറഞ്ഞായിരിക്കുന്നത്. ചന്ദ്രസേനൻ പറഞ്ഞു, അത് തന്നെ ഒരു ഭാഗ്യം. ആ പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു മോളെ. ഇനിയിപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ കാർത്തിക മോൾ ഒരിക്കലും ഒരു കല്യാണത്തിന് വഴങ്ങില്ല. രൂപ പറഞ്ഞു, അത് ശരിയാ, ആ ചെക്കൻ അങ്ങനെ ഒരു ഇത് തോന്നിയില്ലോ, അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നേ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ദിലീപേട്ട പാവാ, ദിലീപേട്ടന് ഇപ്പൊ ഒരു വാശി പോലെയാ. ചന്ദ്രസേനൻ പറഞ്ഞു, അവനാ ദുഷ്ടൻ ഗംഗാപ്രസാദ്, അവനെ എന്റെ കൈ കിട്ടണം, എനിക്ക് അവനെ തീർക്കാനുള്ള ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, ഓരോരുത്തരും ഇതിനു വേണ്ടിയാ കാത്തിരിക്കുന്നേ. വേലും അമലും ഞാനൊക്കെ പിന്നെ ഇതിനൊക്കെ തന്നെ അച്ഛാ കാത്തിരിക്കുന്നേ. ഇനിയിപ്പോൾ ആരുടെ കൈ കിട്ടിയാലും അവരവനെ തീർത്തിട്ട് ജയിലിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. ചന്ദ്രസേനൻ പറഞ്ഞു, ആര് വേളം കൊല ചെയ്തോട്ടെ, ആ കുറ്റം ഏറ്റെടുത്ത് വേണം ഞാൻ പോയി കിടന്നോളാം, എന്നാലും അവനെ തീർക്കണം മോളെ. ഇനിയിപ്പോൾ ആരെ അവൻ കൊല്ലല്ലെന്നൊക്കെ പറയണം. പിന്നീട് പ്രകാശം വരുന്നുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ പ്രകാശം വന്ന് കാർത്തിയെ പോയി കാണുവാണ്. പ്രകാശിന് ഭയങ്കര സങ്കടമായിരുന്നു. കാർത്തിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്മിയും കൂടെ വന്നു. ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ പ്രകാശേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷയാണോ ഈ ദുരന്തം? പ്രകാശം പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, കല്യാണം മുടങ്ങത്തില്ലെന്നാ പറഞ്ഞേ. ദിലീപ് കാർത്തിയുടെ കഴുത്തി താലി അർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രകാശം പറഞ്ഞു, അതുകൊണ്ടായില്ലല്ലോ, ഇനിയിപ്പോ കല്യാണ സമയത്ത് അവൻ വന്ന് വീണ്ടും എന്തേലും ഒപ്പിച്ചാലോ? അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, ഞാൻ അതുകൊണ്ട് അച്ഛ പറഞ്ഞു, എനിക്ക് ഈ കല്യാണം വേണ്ട, ഇനിയും ഒരു ദുരന്തത്തിനും കൂടെ സാക്ഷ്യം വയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ആരുടെയും ജീവൻ അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കണമെന്ന് ചോദിച്ചു. പ്രകാശം പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട, ഇനി ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ജാഗ്രത പാലിക്കാമെന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരോടും നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച അവനെ സൂക്ഷിക്കണമെന്ന്. പക്ഷെ അവനെ ആരും അത്ര കാര്യമായിട്ട് എടുത്തില്ല, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഇനി ആർക്കും ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് കിരണൊക്കെ അവനെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് മനോഹറിന്റെ ഒരു കോള് വരുന്നേ. ഗംഗാപ്രസാദിനെ കുറിച്ച് ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഗംഗാപ്രസാദിന് ഭയങ്കര സന്തോഷ സമാധാനമാ, ഇനിയിപ്പൊ തന്നെ ആരും പിടികൂടാൻ വരത്തില്ല. പക്ഷെ കിരണിന്റെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്നറിയാം. ഈ സമയം ഗംഗാപ്രസാദ് തന്റെ ഒരു കൂട്ടുകാരനോടൊപ്പം ഒരു വയലിലായിരുന്നു. അപ്പൊ ഒരു ട്രാക്ടറെ ചാരി എന്നിട്ട് ഗംഗാപ്രസാദ് കൂട്ടുകാരനോട് പറഞ്ഞു, അവൻ എന്തായാലും എന്നെ കണ്ടെത്താൻ പോകുന്നില്ല, ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അവനെ അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം കൂട്ടുകാരൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അവന്റെ മുന്നിൽ പോയി ചാടാൻ നോക്കണം, ഇനി അവൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ സഞ്ചയനം കഴിയുന്നതിന് മുമ്പ് തന്നെ ബാക്കി രണ്ടെണ്ണത്തിനെ കഥ ഞാൻ കഴിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റില്ലെങ്കിൽ എന്താ, വേഷം മാറി പോകാലോ, ഇത്തരം കളികൾ കളിക്കാമെങ്കിൽ പിന്നെ ഇനി എനിക്കാണോ, അവനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കിരണൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ. ഒരു നിമിഷം ഗംഗാപ്രസാദ് ഞെട്ടിപ്പോയി. കാരണം കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. പെട്ടെന്ന് ഗംഗാപ്രസാദ് ഓടാൻ ശ്രമിച്ചു. പക്ഷെ കിരൺ വിടുവോ? കിരൺ ഓടിച്ചിട്ട് അവനെ പിടികൂടുന്നുണ്ട്. അങ്ങനെ അവിടെ ഇഞ്ചു ചതിക്കുന്ന പോലെ ചതിക്കുകയാണ്. ഇത്തവണ അവനെ രക്ഷിക്കാനായിട്ട് ആരും വന്നില്ല. കഴിഞ്ഞ തവണ അവനെ പിടികൂടിയ സമയത്ത് കടലിന്റെ അടുത്ത മത്സ്യത്തൊഴിലാളികളൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയായിരുന്നു. പക്ഷെ ഇത്തവണ ആരും വന്നില്ല. അപ്പോഴേക്കും വേലും രതീഷും കൂടെ ഒക്കെ ഓടി ഇറങ്ങി വന്നു. അങ്ങനെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വേലുവിനാണെങ്കിൽ അത്രയ്ക്കും നല്ല ദേഷ്യവും വാശി വരുന്നു അവനോട്. തന്റെ മാമനെ കൊന്നവനല്ലേ, വെറുതെ വിടുവോ? അങ്ങനെ ഒടുവില് വേലുവിന്റെ കിരണിന്റെ ഒക്കെ കൈകളിൽ കിടന്ന് പിടയ്ക്കുവാണ് ഗംഗാപ്രസാദ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് കാണുന്നത്. ഇനിയിപ്പം
അധികം നീണ്ടു പോകത്തില്ല. കാരണം ഇനി വരുന്ന ആഴ്ചയിൽ എന്താണെങ്കിലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.